സൃഷ്ടികൾക്കാർക്കും സർവശക്തനായ ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല, കാണാൻ പറ്റുന്നില്ല. കാരണമുണ്ട്. അവൻ കോടാകോടി സൂര്യനെയും ചന്ദ്രനെയും സൗരയൂഥങ്ങളെയും ഉണ്ടാക്കിയവനാണ്. അവനെ മനുഷ്യ ആമീസൂത്രം കണ്ണുകൾ കൊണ്ട് ദർശിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല എന്നുള്ളത് വലിയൊരു പരമാർത്ഥമാണ്, സത്യമാണ്, അത് ശാസ്ത്രമാണ്. കത്തുചലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ആമീസൂത്രം മുഖത്തേക്കൊന്ന് നോക്കുവാൻ ഒരു 12 മണി കഴിയുമ്പോൾ ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നമ്മുടെ കണ്ണിന് വരുത്തുന്ന കേടുപാടുകൾ എത്ര വലിപ്പമുള്ളതായിരിക്കും എന്ന്. അപ്പോൾ ആ സൂര്യനെ, അനേക സൂര്യന്മാരെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയില്ല. തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു, സകല സൃഷ്ടികളും സൃഷ്ടാവിനെ കാണുവാനായി ഈറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനും ആമീസൂത്രം, എന്നെ പോലെയുള്ള ആമീസൂത്രം, കർത്താവിന്റെ മക്കളും ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിൻ നിന്നെ ഞങ്ങൾക്കൊന്ന് കാണുവാൻ കഴിയുന്നില്ലല്ലോ. സീനായുടെ പർവ്വതത്തിൽ ഇറങ്ങി വന്ന തേജോരൂപനായിരിക്കും നിന്നെ ഞങ്ങൾക്കൊന്ന് കാണണം. എങ്ങനെ കാണുവാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല. ദൈവത്തെ കാണുവാൻ മനുഷ്യന് കഴിയാതിരിക്കുമ്പോൾ അവൻ മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് സൃഷ്ടിതാവ്, നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു പരാതിയുണ്ട്, ഗൾഫിലേക്ക് ഒരു അപ്പൻ കടന്നു പോകുന്നു, ദീർഘവർഷങ്ങളായി അപ്പനോട് ജോലിയോട് കടന്നു വരുവാൻ കഴിയുന്നില്ല, വീട്ടിൽ ആമീസൂത്രം കുഞ്ഞുങ്ങൾ കാത്തിരിക്കുകയാണ്, പപ്പായെ കാണണം, പപ്പായെ കാണണം, പപ്പായെ കാണണം. അവർക്ക് എന്താണ് കാണേണ്ടത്? അവിടെ അപ്പനെ ഒന്ന് കാണണം. അതുപോലെ തന്നെ ആമീസൂത്രം ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തെ ഞങ്ങൾക്കൊന്ന് കാണണം. എന്നാൽ ഒരിക്കലും സാധ്യവുമല്ല. കാരണം അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുകയും ആരും കണ്ടിട്ടില്ലാത്തവരുമാകുന്നു, അതിന് അനുവാദവുമില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, യേശു ആര്? മനുഷ്യപുത്രനായി ജനിച്ച ഈ ഭൂമിയിലേക്ക് വന്ന വിശുദ്ധ കന്യക മറിയാമിൽ അവൻ പരിശുദ്ധാത്മാവിൽ അവൻ ഉത്പാദിതമായി അവൻ ഭൂമിയിൽ ഒരു മനുഷ്യരൂപത്തിൽ ദൈവം ഇറങ്ങി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, സകല സൃഷ്ടികൾക്കും ദൈവത്തെ കാണുവാനുള്ള അവസരം. അവൻ മനുഷ്യരൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ മനുഷ്യനാണെന്ന് നിലച്ചുകൂടാ. കാരണം അവൻ കടലിന്മേൽ നടന്നവനാണ്, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനാണ്, മരിച്ചവനെ ഉയർപ്പിച്ചവനാണ്. ഇവിടെ നിന്ന് ഞാനിത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും, മരണമെന്നെ പലപ്പോഴും തേടി വന്നിരുന്നു. സമാധാനമില്ലാത്ത ജീവിത അനുഭവങ്ങളില്, മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ജീവിത പ്രതിസന്ധിയില്, പക്ഷെ യേശുവിനെ എന്റെ അപ്പനായി ഞാൻ കൈക്കൊണ്ടപ്പോൾ, യേശുവിനെ എന്റെ ഹൃദയത്തിൽ അപ്പ എന്ന് വിളിച്ച് നീ എന്റെ അടുക്കിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് കരഞ്ഞപ്പോൾ അവന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് ജീവനുള്ള ദേഹിയായി ഇവിടെ നിന്നുകൊണ്ട് യേശുക്രിസ്തു ജീവനുള്ള ദൈവം എനിക്ക് വിളിച്ചു പറയുവാൻ യാതൊരു മടിയുമില്ല. അത് വിളിച്ചു പറയുന്നത് കൊണ്ട് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ, നല്ലൊരു കൊള്ളുകയാണെങ്കിൽ സന്തോഷപൂർവ്വം അവൻ ഇവിടെ നിന്ന് മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. കാരണം യേശു ജീവിക്കുന്നു. രണ്ടാമത്തെ കാരണം, ഒന്നാമത്തെ കാരണം മനുഷ്യാവതാരം സൃഷ്ടികൾക്ക് കാണുവാൻ പിതാവാം ദൈവം മനുഷ്യരൂപത്തിൽ വന്നു. യേശു ജീസസ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ കാര്യം, പിതാവാം ദൈവത്തോട് മത്സരിച്ച ആമീസത്തിൽ കുറെ ദൂതന്മാരുണ്ടായിരുന്നു സ്വർഗോന്നതങ്ങളില്. ആമീൻ തന്റെ സ്ഥാനത്തിന് വേണ്ടി ആമീസത്രം മത്സരിച്ച ആമീൻ ദൂതന്മാർ. ആമീൻ അവരിൽ ഒരാൾ, അവരുടെ പ്രധാനിയാണ്. നമ്മളെല്ലാ മതക്കാരും ഒരുപോലെ പറയുന്നത് സാത്താൻ, അല്ലെങ്കിൽ വിശുദ്ധ തിരുവഴുത്ത് പറയുന്ന ലൂസിഫർ എന്ന പ്രധാന ദൂതൻ ദൈവത്തോടൊപ്പം താൻ മത്സരിച്ചു, ദൈവ സിംഹാസനം കാക്ഷിച്ചു. ആമീൻ സ്വത്രം. ദൈവം നീതിമാനായതുകൊണ്ട് അവനെ ആ സ്ഥാനത്ത് നിന്നും നീക്കിക്കളങ്ങിയതല്ലാതെ അവനോട് വേറെ ദോഷമോ ശിക്ഷയോ ഒന്നും കൊടുത്തില്ല. അവനെ നീക്കിക്കളഞ്ഞു. പക്ഷെ അവനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ദൂതൻ ഇങ്ങനെയാണ് വിചാരിച്ചത്, ഈ ദൈവം എന്റെ അപ്പനാണ്, അവനെന്നെ വലിയ ശിക്ഷയൊന്നും. കാരണം ആമീസത്രം ദൂതന്മാർക്ക് മരണമില്ല, എനിക്ക് മരിക്കേണ്ട, മരണശിക്ഷ എന്റെ മേൽ വീഴുകയില്ല. പിതാവാം ദൈവം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം അവനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ഞാനല്ല, ഞാൻ സർവശക്തനായ പിതാവാണ്, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല. നിന്റെ ശിക്ഷ ഇനി നീ ഈ വേല ചെയ്യേണ്ട, ഇതിൽ നിന്ന് നീ മാറി നിൽക്കുക. പക്ഷേ നീ ഓർത്തുകൊള്ളണമാമേൻ, ഏതൻ പർദീസയിൽ നീ ഉപായത്താൽ അവരൊരു പാവപ്പെട്ട സ്ത്രീയെ വഞ്ചിച്ച് ഞാൻ കൽപ്പനകൾ ലംഘിക്കുവാൻ തക്കവണ്ണം കാരണക്കാരനായിരിക്കുന്ന നിനക്ക് അവൻ ഞാനൊരു ശിക്ഷ തരികയാണ്. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞാൽ, മണ്ണുകൊണ്ട് ഉരുവാക്കപ്പെട്ട ഈ ആദമിന്റെയും ഹവ്വയുടെയും ഒരു സന്തതി, അതെ, മണ്ണുകൊണ്ട് ജനിച്ച, മൺമേരായി
ഭൂമിയിൽ ജീവിച്ച ഒരുവന്റെ തലയെ തകർക്കും. അന്ന് മുതൽ ആമീൻ ലൂസിഫർ അന്വേഷിച്ച് നടക്കുകയാണ്, ആരാണ് സ്ത്രീയുടെ സന്തതി എന്റെ തലയെ തകർക്കുവാൻ. കാരണം അവൻ ശക്തനായ ദൂതനാണ്, അവൻ ദൂതന്മാരുടെ ശ്രേഷ്ഠനാണ്. അവനെ തകർക്കുവാൻ യേശുവിന് എന്തായി തീരേണ്ടി വന്നു? തന്റെ സ്വർഗീയ വേഷം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് മനുഷ്യരൂപത്തിൽ വരേണ്ടി വന്നു. കാരണം അവന്റെ തലയെ തകർക്കുന്ന കാൽവരി ക്രൂശിൽ വ്യക്തമായും കൃത്യമായും ബരാബർ അവനത് ചെയ്തു, കാണിച്ചു കൊടുത്തു ലോകത്തിന്. പിശാചിന്റെ തലയെ അവൻ തകർക്കുവാൻ നിൽക്കുമെന്നുമിടയായി. ജീസസ്. അടുത്തത് മൂന്നാമത്, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആമീൻ യെരൂശലേം ദേവാലയത്തിലേക്ക് ആണ്ടിലൊരിക്കൽ ഒരു കുഞ്ഞാടുമായി ആമീൻ പാപം ചെയ്യുന്ന മനുഷ്യൻ കടന്നു വരുമായിരുന്നു. പുരോഹിതന്റെ അടുക്കലേക്ക് ആടിനെ കൊടുത്തിട്ട് പുരോഹിതനോടൊപ്പം ആടിന്റെ തലയിൽ കൈവച്ച് ആമീൻ സ്വത്രം എന്റെ പ്രാണന്റെ രക്തത്തിൽ ചെലുത്തപ്പെട്ട സകല പാപങ്ങളും ഈ കുഞ്ഞാടിന്റെ മേലേക്ക് ഞാൻ ആമീൻ സ്വത്രം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെന്ന് പുരോഹിതൻ ആമീൻ സ്വത്രം ഈ പാപം ചെയ്ത വ്യക്തിക്ക് വേണ്ടി പറയുമായിരുന്നു. ആ പാപങ്ങൾ അവന്റെ മേൽ, ആടിന്റെ മേൽ ആമീൻ സ്വത്രം ചുമത്തപ്പെട്ടിട്ട് യാഗപീഠത്തിൽ വെച്ച് ആടിനെ അറക്കും, ആടിന്റെ രക്തം യാഗപീഠത്തിന്റെ ചുറ്റുമൊഴിക്കും. ആമീൻ മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് ഒരാടിനെ വെച്ചുവെങ്കിലും ആമേൻ മുഴു ലോകത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം ആമീൻ യേശു ക്രിസ്തുവിനെ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വരേണ്ടി വന്നു. അതാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ് ലോകത്തിന്റെ പാപത്തെ ഒഴിച്ച് ദൈവത്തിന്റെ